ഇന്നത്തെ നമ്മുടെ പ്രധാന ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. അപ്പം അതിന് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഒരു ക്യാരറ്റ് അരിഞ്ഞ്, ഇപ്പോൾ നമ്മൾ ഒരു 1.5 കിലോ ചിക്കൻ്റെ 1.5 കിലോ ചിക്കൻ്റെ ബിരിയാണി വയ്ക്കുമ്പോഴുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ പറയുന്നത്. ക്യാരറ്റ് ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ട്, മട്ടർ, ഇതിൻ്റെ കൂടെ ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസും കുറച്ചിടാം, ഒരു 10-15 ബീൻസ്, മട്ടർ ഇത്രയും. അത് കഴിഞ്ഞിട്ട് പുതിനയില, മല്ലിയില ഇത്രയും വേണം. അത് കഴിഞ്ഞിട്ട് കശുവണ്ടി പരിപ്പ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിസ്മിസ് ഇത്രയും എടുക്കണം. പിന്നെ ഒരു 6 സവാള അരിഞ്ഞത്, ഒരു 5 തക്കാളിക്ക് അരിഞ്ഞത്, ഇത്രയുമാണ് പച്ചക്കറി ഇനത്തിൽ വേണ്ടത്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിട്ട്, അത്യാവശ്യം ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ട് ചതച്ചെടുത്താണിത്, ചതച്ച ഐറ്റം ചെയ്തിരുന്നു. പിന്നെ ചിക്കൻ നമ്മൾ ആദ്യം 1.5 കിലോ ചിക്കൻ പുരട്ടി വയ്ക്കുക. പുരട്ടി ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ പുരട്ടി വയ്ക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്തിട്ട് മസാലപ്പൊടി ചേർത്തിട്ട് ഇത് പുരട്ടി വയ്ക്കണം. പുരട്ടി 2 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം എടുത്തിട്ട് നമുക്ക് ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ വറുത്തെടുക്കുക. ചിക്കൻ ഒരു നല്ല ബ്രൗൺ കളർ വരത്തക്ക രീതി വറുത്ത് എടുക്കുക. ആദ്യത്തെ പ്രോസസ്സ് ഇതാണ്. നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ചിക്കൻ ഒരു ചെറിയ തീയിലിട്ടിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കുക. വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കൂടും. അങ്ങനെയാണ് നമ്മൾ നേരത്തെ ഇത് പുരട്ടി 2 മണിക്കൂറിൽ കൂടുതൽ പിടിച്ച് വെച്ചിരുന്നാൽ ഒന്നുകൂടെ നല്ലത്. പെട്ടെന്ന് എടുക്കേണ്ടവർക്ക് പെട്ടെന്ന് എടുക്കാം, പക്ഷേ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മളിത് വറക്കുകയാണ്. നല്ലൊരു ബ്രൗൺ കളർ കിട്ടത്തക്ക മൊരിഞ്ഞ് വരക്കത്തിന് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് പിന്നീട് നമ്മളിത് കറി വെക്കുന്ന ഒരു പ്രോസസ്സുണ്ട്, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചിക്കൻ വറക്കുകയാണ്. നമ്മുടെ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയം നമ്മൾ കളയാതെ അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് പരിപാടികളും തുടങ്ങാവുന്നതാണ്. ഞാനൊരു ഫ്രൈയിങ് പാന് അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് നമ്മൾ ഒരു ഐറ്റം ഞാൻ മുമ്പ് പറയാൻ മറന്നുപോയായിരുന്നു. നമ്മൾ ഈ കുറച്ച് ഉള്ളി വഴട്ടാനായിട്ട് എടുത്ത് വെച്ചേക്കണം. ഉള്ളി വഴറ്റിട്ട് അതിന് മേലെ നമുക്ക് ഇടണം. അതിനിരിക്കാത്ത വെള്ളം വഴട്ടാൻ പറ്റുമെങ്കിൽ ഒത്തിരി നല്ലത്. ഓക്കെ, അതിങ്ങനെ വഴട്ടാൻ റെഡിയാക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രൈയിങ് പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ മിൽമയുടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. ആ മിൽമയുടെ നെയ്യ് അല്പം ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നമ്മൾ ഒഴിക്കാം, കാരണം ഇത് ബാക്കി വരുന്ന നമുക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ദമ്മിടുമ്പോൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ നെയ്യ് ഒഴിച്ചു. നെയ്യ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പ് ഇതിൻ്റെ അകത്തിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അതിനൊരു ടേസ്റ്റ് കൂടും. അപ്പം നമ്മുടെ ഇവിടെ ഇത് നെയ്യ് ചൂടായിരിക്കുകയാണ്. നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ കഴുകി തോർത്തി വെക്കണം കേട്ടോ, കാരണം അതൊക്കെ വരുന്നത് ഇത്തിരി അഴുക്കൊക്കെ കാണും ഇതിനകത്തൊക്കെ. അത് കഴുകി തോർത്തി വയ്ക്കുക. അതുപോലെ തന്നെ കിസ്മിസ് നന്നായിട്ട് കഴുകിയിട്ട് തോർത്തി വെക്കണം. അപ്പോൾ അണ്ടിപ്പരിപ്പ് നമ്മളിട്ടു. അണ്ടിപ്പരിപ്പ് നമ്മൾ ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ചൂടായി ചെറിയൊരു കളർ വ്യത്യാസം വരുമ്പോഴത്തേക്ക് നമുക്കത് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കരിഞ്ഞു പോകാതെ സൂക്ഷിക്കുക. നമ്മളിത് അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്യുന്നു. രണ്ടും വേറെ വേറെ ഫ്രൈ ചെയ്യുക, കാരണം രണ്ടിൻ്റെയും വേവ് വ്യത്യാസമുള്ളത് കൊണ്ട് വേറെ വേറെ ഫ്രൈ ചെയ്യുക. കാരണം ചിലപ്പോൾ കിസ്മിസിൻ്റെ കൂടെ ഇട്ട് കഴിയുമ്പം അണ്ടിപ്പരിപ്പ് കറുത്തു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിത് വേറെ വേറെ ഫ്രൈ ചെയ്യുക. നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ച അണ്ടിപ്പരിപ്പ് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. അത് വെളിയിൽ പോവാതെ വൃത്തിയായിട്ട് നമ്മളത് സൂക്ഷിക്കുക. അത് നമ്മൾ ഫ്രൈ ചെയ്തത് നമ്മൾ എടുക്കുകയാണ്. ഒരു പാത്രത്തിലേക്ക് ഫ്രൈ ചെയ്തത് മാറ്റിയെടുക്കുക. എന്നിട്ട് ഇതേ നെയ്യിൽ തന്നെ നമുക്ക് കിസ്മിസും ചൂടാക്കി എടുക്കണം. കിസ്മിസും ഫ്രൈ ചെയ്തിട്ടെടുക്കണം. പെട്ടെന്ന് എടുത്തേക്കണം, കാരണം ബാക്കി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്നത് നമ്മളെടുക്കുക. എടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു സെക്കൻഡിന് ശേഷം കിസ്മിസ് അതിലേക്ക് എടുക്കുക. കിസ്മിസ് നമ്മൾ സൂക്ഷിക്കണം, കാരണം അത് വെള്ളമയം ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കിസ്മിസ് സൂക്ഷിച്ചിടുക.
കിസ്മിസ് ഫ്രൈ ചെയ്യുന്നു. കിസ്മിസ് നമ്മളിവിടെ ഫ്രൈ ചെയ്യുമ്പോൾ അത് കിസ്മിസിൻ്റെ അകത്ത് നെയ്യ് കയറിയിട്ട് അത് പൊങ്ങി വരും, വീർത്തിട്ട് വരും. അത് കഴിഞ്ഞ് ചെറിയൊരു 2 മിനിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ തന്നെ എടുത്തേക്കണം, ഒത്തിരി കരിക്കരുത്. കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും, പിന്നെ കൊള്ളില്ല. കണ്ട കിസ്മിസ് നന്നായിട്ട് വലിപ്പം വെച്ചാണ്. അപ്പോൾ എല്ലാ കിസ്മിസും ഏകദേശം നെയ്യ് കുടിക്കും. ആ നെയ്യ് കുടിച്ച് കഴിഞ്ഞിട്ട് അത് ഫ്രൈ ആവും. അങ്ങനെ ചൂടാവണുണ്ടോ ഫ്രൈ ആയിട്ട് അത് ഒരു ബ്രൗൺ കളറാവും. ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് നമുക്കത് വാങ്ങണം. അപ്പോൾ കറക്റ്റായി. അപ്പോൾ തീ ഒരല്പം കുറച്ച് വയ്ക്കുക, കാരണം ഇനി അടുത്ത ഐറ്റം ഇടുന്നിടം വരെ നെയ്യ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. നമ്മുടെ ചിക്കൻ അവിടെ ഇരുന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടും ഒരേ സമയത്താണ് ചെയ്യുന്നത്. സമയം ഉള്ളവർ പതുക്കെ രണ്ടും വേറെ ചെയ്താൽ മതി. ഇവിടെ സമയക്കുറവ് ഉള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഈ കാണിച്ചു തരുന്നത്. സമയക്കുറവ് നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് മിക്കവാറും ഈ ചിക്കൻ ബിരിയാണി പ്രോഗ്രാംസ് ഒന്നും നമ്മൾ ചെയ്യാത്ത, കാരണം ഒത്തിരി ടൈം എടുക്കുക എന്നുള്ളൊരു വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കശുവണ്ടിയും കിസ്മിസും നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. ഇനി അടുത്തായിട്ട് ഫ്രൈ ചെയ്യേണ്ടത് നമ്മുടെ തയ്യാറാക്കി വെച്ചേക്കുന്ന മട്ടറും ഗാജറുമാണ്. ഗാജറും ഇതിനും കൂടെ മട്ടറും ഗാജറും ഇതിൻ്റെ കൂടെ തന്നെ ആ നെയ്യിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട്, നെയ്യ് നമുക്ക് വേസ്റ്റ് ആക്കണ്ട, ആ നെയ്യ് തന്നെ മതി. അതൊന്ന് ചെറിയ തോതിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കണ്ട. ഫ്രൈ ചെയ്തിട്ട് അത് ഒത്തിരി ബ്രൗൺ ആക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് നെയ്ക്കകത്തൊന്ന് വെന്തെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് വെന്തെടുത്താൽ മതി. കാരണം ഇത് നമ്മൾ ചോറിനകത്തോട്ട് നേരിട്ട് അങ്ങ് ഇടുകയാണ്. അവിടെ പിന്നെ ഇതിന് വേവാനും ഒന്നും അവസരം കിട്ടുന്നില്ല. ജസ്റ്റ് സ്റ്റീം അടിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നെയ്ക്കകത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടിടും. നമ്മുടെ ഇവിടെ ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ചിക്കൻ വാങ്ങാനുള്ള പരിപാടി നോക്കാം. നമുക്ക് ചിക്കൻ നമുക്ക് വാങ്ങി വയ്ക്കാം. നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത എണ്ണ വീണ്ടും പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് നമ്മൾ ഈ എണ്ണ മാറ്റിയിട്ട് വേറെ എണ്ണയാണ് കടുക് പൊട്ടിക്കാൻ ഉപയോഗിക്കുന്നത്. ഈ എണ്ണ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഉള്ളി വഴട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഈ ഒരു പരുവത്തിൽ ഫ്രൈ ആയിട്ടുണ്ട്. ഇത്രയും ഫ്രൈ ആകണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ എണ്ണ ഫ്രൈ ആയിട്ട് ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ ഫ്രൈയിങ് പ്രോഗ്രാം കഴിഞ്ഞു. അപ്പോൾ അത് ഓഫ് ചെയ്യാം. വീണ്ടും ഇത് ഫ്രൈ ചെയ്ത് നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാരറ്റും മട്ടറും നന്നായിട്ട് നെയ്യിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വാങ്ങി വെക്കുന്നു. അപ്പം നമ്മളെല്ലാ ഐറ്റംസും കൂടെ ഒരു പ്ലേറ്റിലങ്ങ് വെച്ചാൽ മതി. കാരണം ഒത്തിരി സാധനം ഇല്ലാത്തതുകൊണ്ട് ഒരു പ്ലേറ്റ് വെച്ചാൽ മതി. കാരണം നമ്മൾ എടുക്കുമ്പോൾ ഒന്നും മറന്നു പോകാതെ ഇരിക്കും. ഈ ഐറ്റംസ് എല്ലാം നമുക്ക് ഒരുമിച്ച് കൈയടക്കിന് കിട്ടുകയും ചെയ്യും. അപ്പം നിങ്ങളിത് ഒരു പ്ലേറ്റിൽ തന്നെ, ഈ പ്രോസസ്സ് കഴിയുമ്പോൾ ഒരു പ്ലേറ്റിൽ തന്നെ വാങ്ങി വെച്ചാൽ മതി. എല്ലാം നന്നായിട്ട് കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കുക. ഓക്കെ, നമ്മുടെ ഫ്രൈയിങ് ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഉള്ളിയാണ് വഴട്ടാനുള്ളത്. അപ്പോൾ നമുക്ക് ഉള്ളി വഴട്ടാനുള്ള പരിപാടി നോക്കാം. ഉള്ളി ഇത് കഴിഞ്ഞതിന് ശേഷം ഉള്ളി ഇടുക. ഉള്ളി വഴട്ടുമ്പോൾ ഉള്ളി നെയ്ക്കകത്ത് വഴറ്റിയെടുക്കുക. ഇതൊരു ക്രിസ്പി ആയിട്ട് കിട്ടും. നെയ്യ് കുറവാണ്, ഒരല്പം നെയ്യും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഉള്ളി ശരിക്ക് വേവത്തുള്ളൂ. ക്രിസ്പി ആവാൻ ഒരു ഇച്ചിരി ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതിൽ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ഡ്രൈ ആവും. നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കണം. നമുക്കിതൊരു ബ്രൗൺ ക്രിസ്പി ആയിട്ട് എടുക്കണം. അപ്പം നമുക്ക് ഒരു നുള്ളു പഞ്ചസാര നമ്മൾ
ഇട്ട് കൊടുക്കാതെ ഇത് ഇപ്പം ക്രിസ്പി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നൈസായിട്ട് വേണം ഇത് അരിയാൻ, അതായത് ഓരോന്നോരോന്ന് വിട്ട് വിട്ട് കിട്ടത്തുള്ളൂ. ഉണ്ടല്ലേ? എനിക്കത് വഴല് മരുന്ന് തുടങ്ങിയത് പണ്ട് ഇതുപോലെ ഒന്നും നെയ്ക്കാത്തിട്ടത് കണ്ടിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഗ്യാസിൽ ചീനച്ചട്ടി വെച്ച് ചൂടാക്കുക. ചിക്കൻ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് ചിക്കൻ റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇനി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ചിക്കൻ ബിരിയാണിക്ക് നമ്മളത് കൂട്ടുന്നത്. നമ്മുടെ ഉള്ളി ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഫ്രൈ ആയി കൂട്ടത്തിൽ ഞാനൊരു അല്പം ഉപ്പും ഒരിച്ചിരി മഞ്ഞപ്പൊടി ഇട്ടു. കാരണം അതൊന്നുകൂടെ ഒന്ന് ഒരു നല്ലൊരു കളറൊക്കെ വരാൻ, ഒരു ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഒരല്പം പഞ്ചസാര, അല്പം ഉപ്പ്, പിന്നെ ഇച്ചി മഞ്ഞപ്പൊടി. ഓക്കെ, അത് പെട്ടെന്ന് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്ത്. നമ്മുടെ അവിടെ ചട്ടി ചൂടാവുന്നുണ്ട്. ചൂടാവുന്ന ചട്ടിയിൽ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ അത് വെള്ളമൊക്കെ ഉണ്ട്, വെള്ളമയമൊക്കെ പോയതിന് ശേഷം എണ്ണ ഒഴിക്കാൻ പാടുള്ളൂ. നമ്മളൊന്ന് തുടച്ചു കൊടുക്കുക. തുടച്ചു കൊടുക്കുമ്പോൾ ക്ലീൻ ആയി കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ എന്ന് പറയുന്നത് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണയാണ്. അത്യാവശ്യം എണ്ണ ഒഴിച്ചാൽ മതി, കടുക് പൊട്ടിക്കാൻ വേണ്ടി മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യമുള്ള കടുക് ഇടണം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷമേ കടുക് ഇടാവൂ. കാരണം എണ്ണ ചൂടായില്ലെങ്കിൽ കടുക് പൊട്ടത്തില്ല. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. എണ്ണ 1 മിനിറ്റ് ചൂടായിട്ട് നമുക്ക് കടുക് ഇടാം. എണ്ണ ചൂടായെന്ന് തോന്നുന്നു. കടുക് ഇടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല, അല്പം കൂടെ ചൂടാവണം. അല്പം കൂടെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമ്മളുടെ ഉള്ളി ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീ കൂട്ടിയിടണം, കാരണം ഉള്ളി നമുക്കൊന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അല്പം തീ കൂട്ടിയിടുക. നെയ്ക്കകത്ത് വറക്കുന്നതുകൊണ്ട് ആ എണ്ണയ്ക്കകത്ത് വറക്കുന്ന ഒരു പെട്ടെന്നുള്ള ക്രിസ്പിനെസ് കിട്ടില്ലെങ്കിലും ഒരു ഇച്ചിരിയൊക്കെ ചൂടാക്കി നന്നായിട്ട് നമുക്ക് ക്രിസ്പി ആയിട്ട് എടുക്കാവുന്നതാണ്. നമ്മൾ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുത്തതിന് വേണ്ടിയിട്ട് അല്പം ഇടാവും. കൂടുതൽ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അത് മധുരിക്കും. അതുകൊണ്ട് നമ്മളതിനെ നമ്മുടെ എണ്ണ ചൂടായി, കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടണം നന്നായിട്ട്. കടുക് നേരത്തെ ഇട്ടാൽ തന്നെ നന്നായിട്ട് ചൂടായി പൊട്ടിയതിന് ശേഷമേ നമ്മളത് ഇപ്പം കടുകിട്ട് 1 സ്പൂൺ കടുകിട്ടാൽ മതി കേട്ടോ. കൂടുതൽ കടുകിടണ്ട. കടുകിട്ടുന്നു. കടുക് ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്നതായിരിക്കും. കയ്യിലൊന്നും വീഴാതെ സൂക്ഷിക്കുക. അതിനുശേഷം നമ്മൾ ഇടാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചേക്കുക. അത് പേസ്റ്റ് ഒന്നും ആക്കണ്ട, ജസ്റ്റ് ചതച്ച് വെച്ചാൽ മതി.
ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിരിക്കുകയാണ്, റെഡിയാക്കി വെച്ചേക്കുക സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു 2 മുറി ഇഞ്ചി ഇട്ടാൽ മതി. കാരണം ഇഞ്ചി ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് അത്രയും ഇടാവും. അപ്പോൾ ഇത് ചൂടായിക്കുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങോട്ട് ഇടുന്നു. അങ്ങോട്ട് കിടന്ന് വേവട്ടെ. വേവുമ്പോൾ നമുക്ക് കറിവേപ്പില റെഡിയാക്കി വെച്ചേക്കണം. കറിവേപ്പില, ഞങ്ങളുടെ നാട്ടിലൊക്കെ കറിവേപ്പില എന്നൊക്കെ പറയും, ശരിക്കുള്ള പേര് കറിവേപ്പില എന്നാണ്. കറിവേപ്പില റെഡിയാക്കി വെച്ചേക്കുക. ഇതിങ്ങനെ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് തീ കുറച്ചിട്ടാൽ മതി. ഇപ്പം തീ മതി, ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും. കറിവേപ്പില നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നതാണ്. കറിവേപ്പിലയും കൂടി ഇടുക. അപ്പോൾ അതിൻ്റെ കൂടെ കിടന്നപ്പോൾ ഇതിൻ്റെ തണ്ടൊക്കെ അങ്ങ് ഇട്ടേക്കണം, കാരണം അതിലൊക്കെ നല്ല പോഷകങ്ങളുള്ളതാണ്. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഉള്ളി ഇടാവുന്നതാണ്. ഉള്ളി ഇവിടെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ച ഉള്ളി ഏകദേശം ശാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഇത്ര മതി, കൂടുതൽ ഫ്രൈ ചെയ്യേണ്ട. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ആ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തേക്കുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉള്ളിയേ ഉള്ളൂ, നമുക്കിപ്പോൾ ഇട്ടാൽ മതി. അതുകൊണ്ട് നമ്മൾ ചെറിയ ചീനച്ചട്ടി ഇട്ട്, പക്ഷേ കറി വെക്കുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റേണ്ടി വരും. കാരണം അതിൻ്റെ അകത്ത് ഇനി ചിക്കനും എല്ലാം കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് സ്പേസ് കിട്ടില്ല. അപ്പം നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടി വരും. അപ്പം നമ്മൾ ഉള്ളി അതിൻ്റെ അകത്തിട്ട് നന്നായി ഇളക്കി, ഉള്ളി പെട്ടെന്ന് വേവണമെങ്കിൽ നമ്മൾ അല്പം ഉപ്പിട്ട് കൊടുക്കണം. മതി, അല്പം ഉപ്പ് വെളുപ്പൊടി ഇട്ട് കൊടുത്താൽ ഉള്ളി പെട്ടെന്ന് വേണ്ടി വരും. നമുക്ക് എത്രയും പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടി നമ്മളൽപ്പം ഉള്ളിക്കകത്ത് അല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. ഈ ഉള്ളിയുടെ ഉപ്പൊക്കെ അനുസരിച്ച് പിന്നീട് കറിക്ക് ഉപ്പിട്ടാൽ മതി. അപ്പോൾ ഉള്ളി വഴട്ടുന്നതിന് നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ കുഴപ്പമില്ല. ഒത്തിരി ഇടല്ല. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരും. ഉള്ളിയുടെ ഉപ്പിനകത്ത് കിടന്ന് പെട്ടെന്ന് ഉള്ളി വഴയിടും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഈ ഉള്ളി ഒന്ന് വഴലിടാൻ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഉള്ളി നന്നായിട്ട് വഴറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊരു ബ്രൗണിഷ് കളർ ആയിരിക്കുമ്പോൾ ഒത്തിരി എണ്ണയൊന്നും ഒഴിക്കേണ്ട, നന്നായിട്ട് വഴണ്ട് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ഒരു വലിയ പാത്രത്തിലാണ് ഇനി കറി വെക്കുന്നത്. വലിയ പാത്രം നമ്മളൊരു വലിയൊരു ചീനച്ചട്ടിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് അല്പം ഒരു ശക്കലം എണ്ണ തൂവി കൊടുത്താൽ മതി. ക്ലീനാവട്ടെ. എണ്ണ ഉള്ളിക്കകത്ത് ഓൾറെഡി ഉണ്ടെങ്കിൽ പോലും നമ്മൾ പുതിയൊരു ചട്ടി വെച്ചതുകൊണ്ട്
ഒരു പൊടിക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചിട്ട് എണ്ണയൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉള്ളി ഇതിൻ്റെ അകത്തേക്ക് പകർന്നു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മസാലകളൊക്കെ ഇട്ട് പെട്ടെന്ന് ഇത് കൂട്ടിയെടുക്കാൻ പോവുകയാണ്. ഉള്ളി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു. ഉള്ളി ചീനച്ചട്ടിക്ക് പിടിയില്ലാത്തതുകൊണ്ട് കൈ കൊള്ളാതിരിക്കാൻ നമ്മളൊരു ഉപയോഗിക്കുന്ന പാത്രത്തിനനുസരിച്ച് ചെയ്താൽ ഞാനൊരു തുണി പിടിച്ചിട്ടുണ്ട്. ഉള്ളി വഴണ്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇനി നമ്മൾ മസാലയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ ചിക്കൻ വഴട്ടി വെച്ചപ്പോഴും ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളി വഴട്ടിയതിനകത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഒരു അര ടീസ്പൂൺ മതി. അര ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി, അത് മഞ്ഞൾപ്പൊടിയായിരുന്നു നമ്മളിട്ട് അര ടീസ്പൂൺ. ഒരു 4 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു കാശ്മീരി മിർച്ചി ഇട്ടാൽ മതി, കാരണം കുരുമുളക് ഇടുന്നതുകൊണ്ട് എരിയുണ്ട്. ഒരു 3 ടീസ്പൂണ് കാശ്മീരി മിർച്ചി ഇട്ടാൽ മതി. എരി കൂടുതൽ വേണ്ടാൽ അല്പം കൂടുതൽ വേവിക്കാം. കാശ്മീരി മിർച്ചി ആകുന്നത് എരി കാണത്തില്ല. ഒരു 3 ടീസ്പൂൺ കാശ്മീരി മിർച്ചി ഇടുക. പിന്നെ ഒരല്പം ഒരു അര സ്പൂൺ കുരുമുളക് പൊടി, അര സ്പൂൺ ഇട്ടാൽ മതി. കുരുമുളക് പൊടി ഒത്തിരി ഇട്ട് കഴിഞ്ഞാലത് നമുക്ക് എരിവ് കൂടുതലായിരിക്കും. നമ്മൾ പച്ചമുളകൊന്നും അതിൻ്റെ അകത്ത് ഇട്ടിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എരിക്കുള്ള ഐറ്റംസ് എല്ലാം ഇതിൽ തന്നെ ഇടണം. ആവശ്യമുള്ളവർ പച്ചമുളക് ഇടാം. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയാണിത്. ഗരം മസാല എല്ലാം കൂടെ ചിക്കൻ മസാല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് നമുക്കൊരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചിക്കൻ മസാല പോലെയല്ല ഇത്. നമ്മൾ സ്പെഷ്യൽ വീട്ടിലുണ്ടാക്കിയാണ്. ഗരം മസാല കൂട്ടുകളെല്ലാം കൂടെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തേക്കുന്ന ചിക്കൻ മസാല. ഇതൊരു 2 സ്പൂണ് ഇട്ട് കൊടുക്കുക. 1 കിലോ ചിക്കൻ ഇത് 2 സ്പൂൺ മതിയാവും. കാരണം നമ്മൾ മുളകും മല്ലിയെല്ലാം വേറെ ഇട്ടിരിക്കുന്നുണ്ട്. അഥവാ മസാലയ്ക്ക് അല്പം കുറവുണ്ടെങ്കിൽ നമ്മളിത് ഇളക്കി എല്ലാം ചെക്ക് ചെയ്ത് കഴിയുമ്പം മസാല ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഏത് അവസരത്തിലും നമുക്കിത് കൂട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്യുക. മസാല ഇട്ടതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. കരിച്ച് കളയരുത്, കരിക്കാതെ ശ്രദ്ധിക്കണം. കരിയുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ഒഴിക്കണമെങ്കിൽ അല്പം എണ്ണ ചുറ്റിച്ചൊഴിച്ച് കൊടുക്കാവുന്നതാണ്. മസാല അടുക്കി പിടിക്കാതെ കരിയാതെ സൂക്ഷിക്കുക. ചില ചട്ടിയൊക്കെ ഉപയോഗിച്ചാൽ താഴെ കരി. ഫ്രൈങ് പാനൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ആ പ്രശ്നങ്ങളൊന്നുമില്ല. അത്രയും വലിയ ഉരുളിയൊക്കെ ഫ്രൈയിങ് പാനായിട്ടൊന്നും നമ്മുടെ അടുത്തില്ല. അതുകൊണ്ട് നമ്മൾ ഉള്ള പാത്രത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് മസാലയെല്ലാം ഒന്ന് മങ്ങി കെട്ടിയാൽ മതി. ഒന്ന് ഫ്രൈ ആയി കെട്ടണം. ഉണ്ടല്ലോ, നന്നായിട്ടൊന്ന് കൂടി കെട്ടിയാൽ മതി. ഒരു മണം വരും. നമുക്ക് ആ മണം കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ മസാലക്കൂട്ട് കറക്റ്റാണോ ഇല്ലയാണ്. ഇതൊന്ന് വാങ്ങിക്കഴിയുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ടൊമാറ്റോ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. ഒരു 5 വലിയ ടൊമാറ്റോ ഉണ്ട്. കാരണം ഇതിൻ്റെ ഗ്രേവി ഫുൾ ഇതുകൊണ്ട് തന്നെയാണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് 5 വലിയ തക്കാളി കേട്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ട് കുറച്ച് നേരം ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴലട്ടെ, വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളി നന്നായിട്ട് ഒരുമിച്ച് വഴണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ മസാല കടന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇച്ചിരി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക, കൂടുതൽ ഒഴിക്കരുത്. കാരണം ഒത്തിരി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ഇത് കറി ആയി കഴിഞ്ഞാൽ ഡ്രൈ ആക്കാൻ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ചിക്കൻ ഇതിനകത്ത് ഇന്നൊരു കയറിയാൽ മതി, ഒരു ടേസ്റ്റ് കയറിയാൽ മതി. അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. ഇപ്പോൾ 1 ഗ്ലാസ് ഞാൻ വെള്ളം ഒഴിച്ചു. അപ്പം 1/2 ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം
ഇതിൽ കിടന്ന തക്കാളി നന്നായിട്ട് വേവണം. തക്കാളിക്ക് ഉള്ളി ഇതിൽ നന്നായിട്ട് വേവണം. ഒത്തിരി ഗ്രേവി കൂട്ടരുത്. കൂട്ടിക്കഴിഞ്ഞാൽ ചിക്കൻ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി പ്രശ്നം വരും. ഒത്തിരി ടൈം എടുക്കും. നമുക്കിതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവണം. ഈ സമയത്ത് നമ്മൾ ഈ ഗ്രേവി എടുത്തിട്ടൊന്ന് ഉപ്പ് നോക്കുക. ഒന്ന് ഉപ്പ് നോക്കുക. ഉപ്പും മസാലയും ഒക്കെ ഈ സമയത്ത് നോക്കാവുന്നതാണ്. നമ്മൾ ഉപ്പ് നോക്കുക. ഉപ്പ് അല്പം കുറവുണ്ട്. നമുക്ക് ഉപ്പ് അല്പം കൂടി ഇടാം. പിന്നീട് നമുക്ക് ഉപ്പൊന്നും ഇടാൻ അവസരം കിട്ടത്തില്ല. അതുകൊണ്ട് ഉപ്പ് അല്പം ഇടുക. നന്നായിട്ട് തിളയ്ക്കണം. ഞാനിട്ടു. നന്നായിട്ട് തിളയ്ക്കണം. നമ്മൾക്ക് ഇതിലല്പം മസാല കുറവാണെങ്കിലും ഒത്തിരി മസാല ഇടണ്ട. കാരണം നമ്മളെ ചിക്കൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നന്നായിട്ട് മസാലയൊക്കെ ചേർത്ത് അടിപൊളിയായിട്ട് വെച്ചേക്കുന്നത്. ഇത് തന്നെ തിന്നാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് പറക്കി തിന്നണ്ട. ഇത് നമുക്ക് കറിക്കകത്തിടാണല്ലോ. അപ്പം ഈ കറി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച് റെഡിയാക്കി വെച്ച് പീസുകളെല്ലാം ഒന്ന് ഇട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ ഉള്ളത് അതിൻ്റെ അകത്ത് ഒഴിച്ചേക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഗ്രേവി ഉള്ളിതിൻ്റെ അകത്ത് മുങ്ങിക്കിടക്കത്തക്ക രീതി കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇളക്കി ഗ്രേവി അതിൻ്റെ അകത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. തിളപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം. ഈ ഗ്രേവിയാണ് നമ്മൾ ചിക്കൻ്റെ അകത്ത് പോകുന്നത്. ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ. ഡ്രൈ ആക്കി നമുക്കെടുക്കാം. ആ സമയത്ത് നമുക്ക് ഇത് ഞാനൊരു കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ ചിക്കൻ റെഡി ആയി കഴിയുമ്പോൾ അതിൻ്റെ ഒരു മേമ്പൊടിയായിട്ട് ഈ അണ്ടിപ്പരിപ്പ് അരച്ചതിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അല്പം എരിയോ ഒക്കെ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് എരി കുറയ്ക്കാനും നല്ലതാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണിയുടെ ഒക്കെ ഒരു സ്പെഷ്യാലിറ്റി. നിങ്ങൾ ചെയ്ത് കഴിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് നമ്മൾ ഒരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചിക്കൻ കറി റെഡി ആയി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില കുറച്ച് ചിക്കൻ കറിയുടെ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ മല്ലിയും കൂടെ ചേർന്ന് ചിക്കൻ വെന്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി നമുക്ക് മല്ലിയില വേറെ ഉണ്ട്. അത് നമുക്ക് ദം ഇടുമ്പോൾ അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ദം ഇടുന്നതിന് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ, പുതിനയില. അപ്പോൾ അല്ലാത്തപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ മല്ലിയിലയും കൂടി ഇട്ട് കണ്ടില്ലേ, നല്ലൊരു കളർഫുള്ളായില്ലേ സംഭവം. അപ്പോൾ ഇത് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അടി പിടിക്കാതെ. ചില ചട്ടിയിലൊക്കെ അടി പിടിക്കുക. അപ്പോൾ നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരുന്ന കശുവണ്ടിയുടെ ക്രീം അങ്ങ് ഒഴിച്ചു. അണ്ടിപ്പരിപ്പിൻ്റെ ക്രീം ഒഴിച്ചു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് ടേസ്റ്റി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഇത് തീ നിർത്തിയിട്ട് വാങ്ങി വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിനിയും ബിരിയാണി ചോറ് വയ്ക്കാനുള്ള പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ 8 കപ്പ് അരി, 8 കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചായ ഒക്കെ കുടിക്കുന്ന കപ്പിന് 8 കപ്പ് അരിയാണ്. കാരണം നമ്മളിത് കറക്റ്റ് അളവ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കപ്പിന് 8 കപ്പ് അരി നന്നായിട്ട് 2 പ്രാവശ്യം നന്നായിട്ട് കഴുകി. ഒത്തിരി വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കരുത്, അരി പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നന്നായിട്ട് കഴുകി പെട്ടെന്ന് എടുത്തിട്ട് തൂകി വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് അഴുക്കൊന്നും ഇല്ലാത്ത രീതിയിൽ വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. പിന്നീട് വേണ്ടത് ഒരു 2 ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുത്ത് വയ്ക്കുക. നീര് അതിൻ്റെ അകത്ത് നിന്ന് കുരുവൊന്നുമില്ലാതെ വൃത്തിയാക്കി എടുത്ത് വയ്ക്കുക. പിന്നെ ഇത് വഴണയിലയാണ്. പിന്നെ കുറച്ച് ഗ്രാമ്പൂ, കുറച്ച് കുരുമുളക്, കുറച്ച് ഒരു 4-5 ഏലക്ക. പിന്നെ ഇത് വലിയ ഏലക്കയാണ്. ഇത് പിന്നെ കറുവപ്പട്ട. ഇതെല്ലാം റെഡിയാക്കി വയ്ക്കുക. റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ചോറ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചരുവം ആദ്യം നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യുക. അതൊന്ന് ചൂടായി വരുമ്പോൾ
അതിലേക്ക് അല്പം വെള്ളമയം ഉണ്ടെങ്കിലെല്ലാം ഉടച്ച് കളയുക. ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരു പൊടിക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അല്പം നെയ്യ്, ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 2 സ്പൂൺ കണക്ക് പറയാണ്, 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിൽ ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ വെയിറ്റ് ചെയ്യുക. നെയ്യ് ചൂടായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം അത് അടുക്കി പിടിക്കാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കറുവപ്പട്ട, വലിയ ഏലക്ക, ഗ്രാമ്പു, കുരുമുളക്, ഇത്രയും ഐറ്റംസ് ആണ് ഇട്ടത്. ഇതിൽ തീ കുറച്ച് വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. എല്ലാം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ നെയ്യ് നമ്മൾ കാരണം ഒരല്പം കൂടെ ഒഴിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അരി നമ്മളൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അതാണ് നമ്മളുടെ ഫുഡിൻ്റെ പ്രത്യേകത. ഇതിലേക്ക് അത് വഴങ്ങി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് അരി തോർത്തി വെച്ചിരിക്കുന്ന അരി കഴുകി തോർത്തി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. ഇത് 8 കപ്പ് അരിയാണ്. നിങ്ങൾ ഈ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതൊത്തിരി വേവുള്ള അരിയല്ല. ഇത് ഡൽഹിയിലൊക്കെ കിട്ടുന്ന ബാസ്മതി അരി എന്ന് പറയും. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ അരിക്ക് നീളം കൂടുന്ന ഒരു ചോറിന് നല്ല നീളം ഉണ്ടായിരിക്കും. അപ്പം അരി ഇട്ടു. ബാസ്മതി റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ബിരിയാണി റൈസ് അല്ല ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, ബാസ്മതി റൈസ്. അപ്പം ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മെത്തേഡ് തന്നെയാണിത്. പക്ഷേ ബിരിയാണിയിലും ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാറുണ്ട്. തീ മീഡിയം വെച്ചാൽ മതി. മീഡിയം തീയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിന് ശേഷം നമ്മൾ 8 കപ്പ് അരിയാണ് എടുത്തെങ്കിൽ 16 കപ്പ് വെള്ളം ഒഴിക്കണം. എത്ര അരി എടുക്കുന്നു അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഇത് വെന്ത് പറ്റി ഒരു പരുവത്തിൽ കിട്ടും. നമുക്ക് വറ്റിപ്പോവും. വെള്ളം വറ്റിച്ചാണ് എടുക്കുന്നത്. വെള്ളം നമ്മൾ തൂവി കളയാറില്ല. ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ അരി ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 8 കപ്പ് അരിയാണ് ഒഴിച്ചെങ്കിൽ നമ്മൾ 16 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അഞ്ച് 10 കപ്പായി. പതിനഞ്ച് കപ്പായി. ഇനി 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചാൽ മതി. വെള്ളമാണ് അതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ 16 കപ്പ് വെള്ളം നമ്മൾ കൊടുത്തു. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിക്കുക. നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അല്പം ഉപ്പിട്ട് കൊടുക്കണം. അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. അല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് നോക്കുക. ഒരു ചെറിയ പുളിരസവും ഉപ്പ് രസവും തോന്നണം. ആ നാരങ്ങയുടെ ഒരു ചെറിയ പുളിരസം അതിൽ തോന്നണം. പിന്നെ ഉപ്പും ഉണ്ടായിരിക്കണം. ഒരു ലൈറ്റ് നാരങ്ങ വെള്ളം കുടിക്കുന്ന ഒരു ടേസ്റ്റ് വേണം. ഉപ്പ് അതുപോലെ ഇട്ട് കൊടുക്കണം. നല്ല ചോറിൽ അത് പിടിക്കത്തുള്ളൂ. ചെക്ക് ചെയ്തിട്ട് ഇട്ടാൽ മതി. അത് കറക്റ്റ് ഉപ്പും ഒരു ചെറിയ പുളി ചെറുതായിട്ടുണ്ടായിരിക്കണം. അല്പം പുളി മതി, ഇത്തിരി പുളി ആക്കരുത്. 2 നാരങ്ങയാണ് ഒരു 1.5 കിലോ
ബിരിയാണിക്ക് കണക്ക് 2 നാരങ്ങയാണ്, അത്രേ പിഴിയാവും, നല്ല നീരുള്ള നാരങ്ങ. ഉപ്പും പുളിയും കറക്റ്റായിട്ടുണ്ട്. അത് ഇനിയും അരി ഇത്രയും വെള്ളം വറ്റി അരി വെന്ത് ചോറാവുന്ന ഒരു പോർഷനുണ്ട്, ഒരു 3/4 വേവേ ആകത്തുള്ളൂ. അപ്പോൾ അതുവരെ അതിനാണ് നമ്മൾ ഇത്രയും മാത്രം വെള്ളം ഒഴിച്ചത്. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഈ റൈസ് നോക്കി നിങ്ങൾക്ക് അറിയാം, ഓരോ റൈസ് വേറെ 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 ആയിട്ട് കിട്ടും. ഒരു 3/4 ഭാഗമേ ഇത് വെന്തിട്ടുള്ളൂ, ബാക്കി ഇനി അത് ദം ഇടുമ്പോഴേ വേവത്തുള്ളൂ. റൈസ് നല്ല നീളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ ദം ഇടുമ്പോൾ വെന്തോളും. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ്ലി ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ തവി വെച്ചിട്ട് ഇതിൻ്റെ താഴത്തേക്കൊന്ന് കുത്തി നോക്കിയാൽ താഴെ ഡ്രൈ ആയില്ലെന്ന് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ അല്പം വെള്ളമുണ്ട്. ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ ഇത് ചോറ് കണ്ടില്ലേ നിങ്ങൾ, വളരെ സെപ്പറേറ്റ് ആയിട്ടെല്ലാം കിട്ടുന്നുണ്ട് ചോറ്, കണ്ടില്ലേ? അതിനി ദം ഇടുമ്പോൾ ബാക്കി വെന്തോളൂ. അപ്പോൾ ഈ വെള്ളം ലാസ്റ്റ് പറ്റി കഴിയുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്തിട്ട് ചോറ് മാറ്റി വയ്ക്കും. പിന്നെ ദം ഇടുന്ന പ്രോസസ്സാണ് ബാക്കിയുള്ളത്. ഈ റൈസ് റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾ നോക്കുക, റൈസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ദം ഇടുന്ന പ്രോസസ്സ് നോക്കാം. നമ്മൾ ദമ്മിടാനുള്ള പരിപാടി തുടങ്ങുന്നതാണ്. അപ്പോൾ ദമ്മിടുമ്പോൾ അതിൻ്റെ അടപ്പിന് മേളിൽ നമുക്കൊരു അല്പം ചിരട്ടക്കരി ഇടണം. അതിന് വേണ്ടിയിട്ട് ചിരട്ട നമ്മൾ ഗ്യാസിൽ വെച്ചങ്ങ് കത്തിച്ചെടുക്കുകയാണ്. അപ്പോൾ ദമ്മിടാൻ നമ്മൾ വലിയൊരു ചരുവമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദമ്മിടുന്ന ചരുവം അടുപ്പിലോട്ട് വയ്ക്കുക. അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതൊക്കെ ചെയ്യുമ്പോൾ അല്പം സൂക്ഷിച്ച് ചെയ്യണം, തീ പിടിക്കാതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഗ്യാസിനത് തീ എടുത്തെങ്കിൽ അത് ഗ്യാസ് നിർത്തിയേക്കുക. ഗ്യാസ് നിർത്തിയിട്ട് കഴിഞ്ഞിട്ട് അത് അവിടെ ഇരുന്ന് കത്തിക്കട്ടെ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ദം ഇടുന്ന അടപ്പ് എടുത്തിട്ട് അടപ്പയിലോട്ട് വെച്ചേക്കുക. അത് അവിടെ ഇരുന്നിട്ട് ദമ്മിടുന്ന അടപ്പ വെച്ച് കത്തിച്ചേക്കുക. അത് അവിടെ ഇരുന്ന് കരിയായിട്ടിരുന്നുള്ളൂ. അപ്പോൾ ദമ്മിടാനുള്ള ചരുവം ചൂടായി കഴിയുമ്പം അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ബിരിയാണി എന്ന് പറയുമ്പോൾ ശരിക്കും നെയ്യുടെ കളിയാണ്. ഇതിന് വേണ്ട പ്രത്യേക കാര്യങ്ങളൊന്നും നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നു. മല്ലിയില, പുതിനയില, പിന്നെ ഉള്ളി വഴറ്റിയത്, പിന്നെ നമ്മൾ ഒരു 2 സ്പൂൺ എസൻസ് എടുക്കണം. ചെറിയ 2 സ്പൂൺ എസൻസ് എടുത്തിട്ട് അതിൽ അല്പം വെള്ളം ഒഴിച്ച് കലക്കി വയ്ക്കുക. റോസ് വാട്ടറാണ് വേണ്ടത്. റോസ് വാട്ടർ ഞാൻ ഈ കുപ്പിയിലും റോസ് വാട്ടർ തന്നെയാണ് ഇത് ഉപയോഗിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ദം ഇടുന്നതിന് വേണ്ടത്. ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ ചിക്കൻ കറി നമ്മളിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അല്പം ഗ്രേവി ഭാഗം നമ്മളെടുത്തിട്ട് ഈ നെയ്യ് ചൂടാകുമ്പോൾ നെയ്യിലേക്ക് ഇടുക. ഗ്രേവി എടുത്തിട്ട് നെയ്യിലേക്ക് ഇടുക. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് അല്പം പുതിനയിലയും മല്ലിയിലയും പുതിനയിലയും ഇടുക അല്പം. കാരണം അതിൻ്റെ സ്മെല്ല് ഇതിന് മേളിൽ വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. 1 ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു പരുവത്തിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ദമ്മിടാൻ നമുക്ക് വെള്ളം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. പിന്നെ വെള്ളം ഒന്ന് ജസ്റ്റ് ചൂടാകുമ്പോൾ ചെറിയ തീ വെച്ചാൽ മതി കേട്ടോ. ദമ്മിടുമ്പോൾ നമ്മൾ വളരെ കുറച്ച് തീ വെച്ചാൽ മതി. അപ്പോൾ നമ്മളൊരു 2 ഉരുളക്കിഴങ്ങ് അരിച്ച് വെക്കണം. നല്ല വെള്ള ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ട് അത് ഈ താഴ്വശത്തിടണം. എന്തിനാണെന്ന് വെച്ചാൽ അഥവാ എന്തെങ്കിലും ഒരു കൈത്തട്ട് പറ്റി നമുക്ക് അടുക്കി പിടിച്ചാൽ ഈ ഉരുളക്കിഴങ്ങ് ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ ചോറ് കരിയത്തില്ല. നമ്മളിത് നല്ലോണം നിരത്തി താഴെ വെച്ചാൽ ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് പിന്നീട് എടുത്ത് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഇത് നമ്മൾ നല്ലതായിട്ട് മുക്കി വയ്ക്കുക. ഈ ഉരുളക്കിഴങ്ങിൻ്റെ മുകളിലാണ് പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് നമ്മൾ ഇടുന്നത്. പിന്നെ നമുക്ക് പതുക്കെ ചൂടായിക്കോളും. അപ്പോൾ നമ്മൾ ചോറ് അതിപ്പം ചോറിടുക. അതിനകത്തേക്ക് പകുതി ഭാഗം നമ്മളെടുത്ത ചോറിൻ്റെ പകുതി ഭാഗം ഇട്ട് നന്നായിട്ട് നിരത്തി കൊടുക്കുക. ഓക്കെ, അത് നല്ല ഒരു 3/4 ഭാഗം വെന്തിരിക്കുന്നതാണ്. അപ്പോൾ അതിന് മേളിൽ നമ്മളിനി ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഐറ്റംസ് എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ഇതെല്ലാം മിക്സ് ചെയ്തിടുകയാണ്. അപ്പം ഈ ഡ്രൈ ഫ്രൂട്ട്സും ഈ ക്യാരറ്റ് അരിഞ്ഞതും
എല്ലാം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. അല്പം അതിലേക്ക് അല്പം മല്ലിയില, അല്പം പുതിനയില വിതറി കൊടുക്കുക. കാരണം ഇതിൻ്റെ എഫക്റ്റാണ് വേണ്ടത്. നമ്മൾ റെഡിയാക്കി വെച്ച എസൻസ് ഒരല്പം ഇവിടെ തൂവി കൊടുക്കുക. അമ്മയുടെ ഭാഗത്ത് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. 2 സ്പൂണ്, ചെറിയ സ്പൂൺ എസൻസിനകത്ത് കുറേ വെള്ളം ഒഴിച്ചാണ്. ഇത് മുഴുവൻ എസൻസ് അല്ല, നിങ്ങളത് തെറ്റിദ്ധരിക്കരുത്. അല്പം റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ എല്ലാം സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ്. അല്പം ഒഴിച്ചാൽ മതി. ഇതിന് ശേഷം നമ്മൾ അല്പം ചോറ് കൂടി ഇടുക. ചെറിയ ലെയർ ചോറിടുക. അത് കവറായി കഴിയുമ്പോൾ നമ്മുടെ ഈ അരി നാരങ്ങ നീര് ഒഴിച്ചിട്ട്, നാരങ്ങ നീര് നെയ്യൊക്കെ ഒഴിച്ച് ചെയ്തതായതുകൊണ്ട് അത് പൊടിയത്തില്ല. നിങ്ങൾ ആ കാര്യത്തിൽ പേടിക്കണ്ട, പൊടിയത്തില്ല. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കറിയുടെ ഗ്രേവി, പറ്റിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കറി, ചിക്കൻ്റെ മസാല സഹിതം തേച്ച് വയ്ക്കുക. താഴെ പറ്റിയിരിക്കുന്ന ഒന്നും എടുത്തിടരുത്, കാരണം അത് അല്പം ചട്ടി പിടിച്ചിട്ടുള്ളതൊക്കെ ആണെങ്കിൽ അത് ഇളക്കാൻ നിൽക്കരുത്. അത് പിന്നെ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരുത്തുക. നമ്മൾ ഡ്രൈ ചെയ്ത സമയത്ത് പറ്റിയതാണ്. അത് കരിഞ്ഞിട്ടില്ല, പക്ഷേ ആ മസാല നമുക്ക് എടുക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇത് നമ്മൾ ചിക്കൻ ഫുള്ള് ഇതിൻ്റെ അകത്തേക്ക് ഗ്രേവി സഹിതം ഇട്ടു. ഗ്രേവി ഒട്ടും നമ്മൾ ബ്ലാക്ക് ആക്കിയിട്ടില്ല, ആ ഗ്രേവി ഇട്ടു. അതിന് ശേഷം ഇതിനെല്ലാം നന്നായിട്ട് നമ്മളൊന്ന് സ്പേസ് കൊടുത്ത് ഇരുത്തിയിട്ട്, ഓക്കെ, എല്ലാത്തിനും ഒന്ന് ഇരുത്തുക. കറക്റ്റ് ഇരുത്തിയതിന് ശേഷം അല്പം പുതിനയില, മല്ലിയില അതിന് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ബാക്കി ഉള്ള നമ്മുടെ റൈസ് ഇടുക. ഇതിന് മുകളിലിടുക. നമുക്കൊത്തിരി ഇല്ലാത്തതുകൊണ്ട് കൈ കൊള്ളാതെ സൂക്ഷിക്കണം ഇത് ചെയ്യുമ്പോൾ കേട്ടോ. വളരെ സൂക്ഷിച്ച് ഇത് ചെയ്യാവും. ബാക്കി വന്ന റൈസ് മുഴുവൻ അതിൻ്റെ മുകളിൽ വിതറി കൊടുത്തു. അപ്പോൾ ചിക്കൻ നമ്മളൊരു ലെയറിലിട്ട് തീർത്തു. 1.5 കിലോ ചിക്കൻ ഉണ്ടായിരുന്നു, അത് നമ്മളൊരു ലെയറിലിട്ട് തീർത്തു. അപ്പോൾ നമ്മുടെ റൈസും തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൻ്റെ മുകളിൽ വിതറാം. കശുവണ്ടി, അതോടൊപ്പം ക്രിസ്പിയാക്കി വെച്ചിരിക്കുന്ന ഉള്ളി വിതറുക. വിതറി കൊടുക്കുക. ഇതിൻ്റെ ബാക്കി ഇരിക്കുന്ന മല്ലിയില, പുതിനയില കൊടുക്കുക. നിങ്ങൾക്ക് ദം ഇടുന്നതിന് ഞാനൊരു പ്രത്യേക ഉപാധി പറഞ്ഞു തരുന്നുണ്ട് ഇപ്രാവശ്യം. അത് ശ്രദ്ധിച്ചോണം. കാരണം നമ്മൾ ദമ്മിടുന്നത് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ശരിക്കും ഈ ബിരിയാണി ഉണ്ടാക്കാൻ ആൾക്കാർ മടിക്കുന്നത്. അപ്പോൾ ദമ്മിടാനൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എസൻസ് നമ്മൾ സൈഡ് ചേർത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ഉള്ളിൽ താഴെ വരെ ചെല്ലും. വെള്ളത്തിൽ കലർത്തി വെച്ചേക്കുന്ന എസൻസ് ആയതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ താഴെ തീ ചെറുതായിട്ടേ കൊടുക്കാവൂ, അല്ലെങ്കിൽ ഈ സമയം കൊണ്ട് ദം മേളി വരും. അതുകൊണ്ട് തീ കുറച്ചേ കൊടുക്കാവൂ, അല്പം മാത്രം. റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുന്നു. ഫൈനൽ ടച്ച് റോസ് വാട്ടർ ഫിനിഷ് ചെയ്തു. ഒരു 4 സ്പൂൺ റോസ് വാട്ടർ മതി. 2 ചെറിയ സ്പൂൺ നമ്മുടെ എസൻസ്. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം നമ്മുടെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അത് ദം ഇടുന്നത് നോക്കാം. നമ്മൾ ദം ഇടാൻ വേണ്ടി റെഡിയാക്കി വെച്ച ആ പാത്രവും അതിൻ്റെയോടൊപ്പം ആ കനലും അകത്തെ തന്നെ ഉണ്ട്. നമ്മളിതിൽ എളുപ്പവഴി എന്ന് ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ദമ്മിടാൻ ആട്ടയോ മൈദയോ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പം അതിൻ്റെ ഗ്യാസ് ഒന്നും വെളിയിൽ പോകത്തില്ല. 1-2 ചുറ്റ് സെല്ലോ ടേപ്പ് കൊടുത്താൽ മതി. ഈ ഗ്യാസ് വെളിയിൽ പോകത്തില്ല. ഒരു ചുറ്റ് തന്നെ ധാരാളം. ഇപ്പോൾ അല്പസമയത്തിന് ശേഷം തുറക്കാനുള്ളതുകൊണ്ട്
ഒരു ചുറ്റ് സെല്ലോ ടേപ്പ് ഒട്ടിക്കുക. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ഞാൻ ആട്ടയോ മൈദയോ ഒന്നും വെക്കാറില്ല. ഇതിന് പകരം നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് 2 സൈഡും അമക്കി കൊടുക്കുക. എങ്ങൊന്നും ഗ്യാസ് പോകാത്ത രീതി. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇവിടെ നിന്ന് ഗ്യാസ് പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു അല്പം കൂടെ ടേപ്പ് വെച്ച് ഫിറ്റ് ചെയ്യുക. അഥവാ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അവിടെ ഒരല്പം ടേപ്പ് കൂടെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ചില പാത്രങ്ങൾ അല്പം അടപ്പ് പൊങ്ങിയും താണുമിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരല്പം കൂടെ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഈ കനൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ആവി പൊങ്ങി മേളി വരുമ്പോഴത്തേക്ക് ഈ കനൽ ആവിയെ ഇവിടെ വെള്ളം കെട്ടി നിൽക്കാതെ അതിനെ യൂസ് ചെയ്യും. അതിനാണ് ഈ കനൽ മേളിലിട്ട് കൊടുക്കുക. അപ്പോൾ ചൂടായിട്ടിരിക്കുമ്പം മേളിലോട്ട് പൊങ്ങി വരുന്ന ആവി അവിടെ കെട്ടിക്കിടന്ന് ചോറ് നനവാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു പരുവത്തിൽ ഒരു 10 മിനിറ്റ് മാക്സിമം 5 മുതൽ 10 മിനിറ്റ് വരെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, താഴെ ഇതുപോലെ ആവുന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. അപ്പം 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ തീ ഓഫ് ചെയ്യാവുന്നതാണ്. 10 മിനിറ്റ് വേണ്ട, 5 മുതൽ 10 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ആ വെള്ളം ഒഴിക്കുന്നതിൻ്റെ പരുവത്തിനനുസരിച്ച് കേട്ടല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാമെങ്കിൽ ചോറ് പൊരിയുന്ന ഒരു ചെറിയൊരു ശബ്ദം കേൾക്കും. അപ്പോൾ നമുക്കിത് നിർത്തണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ദം ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ ദം പൊട്ടിക്കാനുള്ള പരിപാടി തുടങ്ങിയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. ഇതാണ് നമ്മൾ കവർ ചെയ്ത് വെച്ച ഈ പ്ലാസ്റ്റിക് അഴിച്ചിട്ട് നമുക്ക് ദം ചെക്ക് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വിളമ്പി നമുക്ക് കഴിക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അതിന് നമ്മൾ സലാഡും തേങ്ങ സംബന്ധി നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ അച്ചാർ, നാരങ്ങയുടെ അച്ചാർ. നമ്മൾ മൈദയൊക്കെ പുരട്ടുമ്പോൾ അത് ഒത്തിരി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതാകുമ്പോൾ ഇങ്ങനെ ഒരു ചുറ്റ് അഴിച്ചും കളഞ്ഞാൽ മതി. ഇവിടെ അതിന് മുമ്പ് കനലൊക്കെ എടുത്ത് കളയണം കേട്ടോ. കനൽ കയ്യൊന്നും പൊള്ളാതെ നിങ്ങൾ സൂക്ഷിച്ചു വേണം. കനലൊക്കെ എടുത്ത് കളയണം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ലെയറേ ഉള്ളൂ. ഇത് നമുക്ക് സൈഡിൽ നിന്ന് അഴിച്ചും കളഞ്ഞാൽ നമുക്ക് വലിയ പാത്രങ്ങളിലൊക്കെ ദമ്മിടാനാണെങ്കിലും ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ ഈ സെല്ലോ ടേപ്പ് ഉപയോഗിച്ചാൽ മതി. സെല്ലോ ടേപ്പ് എന്ന് പറയുമ്പോൾ ഒരു കിഴുത്ത പോലും വീണിട്ടുണ്ട് അതിന്. അത് ഇപ്പോൾ കാണാൻ നല്ല ബലത്തിൽ തന്നെ ഇപ്പോഴും ഇരിക്കും. കണ്ടോ, സമയം കഴിഞ്ഞിട്ട് അത് നല്ല ബലം ഇപ്പോഴും ഉണ്ട്. തന്നെ ടൈം കൊടുക്കണം. അതാണ് ക്ലിയറായിട്ട് നമ്മൾ ദം കുട്ടിയാണ്. റെഡി, 1 2 3. ദം നമ്മുടെ കറക്റ്റായിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ അത് കണ്ടില്ലേ, ഇങ്ങോട്ട് കാണിച്ചു. നല്ല അടിപൊളി സംഭവമായിട്ടിരിക്കുന്നുണ്ട്. എല്ലാം നല്ല നീറ്റായിട്ട്, എങ്ങും കറിഞ്ഞിട്ടും ഒന്നുമില്ല. നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇനി നമുക്ക് വിളമ്പുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എപ്പോൾ വിളമ്പിയാലും നമ്മൾ സൈഡ് ചേർത്തേ വിളമ്പാൻ പാടുള്ളൂ. ഒരു സൈഡിൽ നിന്ന് മുറിച്ച് വേണം വിളമ്പാൻ. ഇതേ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ആ എടുത്ത പീസ് നമുക്ക് സൈഡിലേക്ക് കിട്ടും. പാത്രത്തിൽ നമ്മൾ വയ്ക്കുക. മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിക്കുമ്പോൾ ആൾക്കാരത് മിക്സ് ചെയ്ത് കഴിച്ചോളും. എൻ്റെ ചിക്കൻ ബിരിയാണി സ്റ്റൈൽ ഇതാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാവർക്കും കഷ്ണവും കിട്ടും. അതിൻ്റെ അകത്തിട്ടേക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് കൊടുക്കാൻ കഴിയും. ഇത് കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. ഇതോടൊപ്പം നമുക്ക് തൈര് അല്ലെങ്കിൽ സാലഡാക്കി, ഉള്ളിയൊക്കെ ഇട്ട് സാലഡാക്കി ഉപയോഗിക്കാം. അത് പിന്നീട് സമ്മന്തി, തേങ്ങ സമ്മന്തി നമുക്ക് ഉപയോഗിച്ചത് കഴിക്കാവുന്നതാണ്. നമുക്ക് ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് നോക്കട്ടെ. നിങ്ങളുടെ എല്ലാ ശ്രമത്തോട് ഞാൻ ടേസ്റ്റ് നോക്കുന്നു. ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കണമെന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുക. ഇത് കണ്ടാൽ അറിയാമല്ലോ നല്ല സംഭവമാണെന്ന്. സൂപ്പർ. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി കഴിച്ചു നോക്കുക. നന്നായിട്ടുണ്ട് കേട്ടോ.